ഇന്നാണ് ആ സുദിനം. ഞാൻ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ആ ദിവസം. ഇന്നെൻ്റെ വീട്ടിലോട്ട് ഒരു അതിഥി വരുന്നുണ്ട്. ഈ അതിഥി വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മായിയമ്മയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. ആളെത്തിയിട്ടുണ്ട്. കോളിമ്പല്ലടിക്കുന്ന ചേട്ടാ. പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും തുറക്കൂല. 3-4 പ്രാവശ്യം അങ്ങനെ അടിക്കട്ടെ. സമയായി ഇനി തുറക്കാം. അമ്മേ, എത്ര നേരായി ഞാൻ ബെല്ലടിക്കണത്. എന്തെടുക്കായിരുന്നു? അയ്യോ, ഞാൻ കേട്ടില്ല കോളിംഗ് ബെല്ലടിക്കണതേ. ഓരോരോ പണിയായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ അവിടത്തെ പോലെ പണി ചെയ്യാൻ അമ്മയില്ലല്ലോ ഇവിടെ, ഞാനല്ലേ ഉള്ളൂ. എത്ര നേരായി ഞാൻ ഈ കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ചെവി കേട്ടൂടെ? എവിടെ പോയി കിടക്കായിരുന്നു? അതമ്മേ, അടുക്കളയിൽ പണിയായിരുന്നു, ബെല്ലടിച്ച് കേട്ടില്ല. അതിന് നിനക്കെന്ത് പണി ഇവിടെ? എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടല്ലേ ഞാൻ ഇവിടുന്ന് പോയത്. പറയാനായിട്ടൊന്നും നീയാണ് ഇവിടെ എല്ലാം മല മറിക്കാറുണ്ട്. പിന്നെ ഒരു കഷ്ണം പുട്ടുണ്ടാക്കി വെച്ചോണ്ട് പോണാണ് ഇത്ര വലിയ പണി. അത് മാത്രം മതിയല്ലോ ഒരു ദിവസത്തെ കുടുംബത്തെ പണി. എന്നിട്ടാണെങ്കിൽ ആൾക്കാരോട് മുഴുവൻ പറഞ്ഞു നടക്കും അവരാണ് എല്ലാ പണിയും ചെയ്യണേന്ന്. ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഒരു കഷ്ണം പുട്ടുണ്ടാക്കി വെച്ചിട്ടാണ് ഈ നാട് മുഴുവൻ നിരങ്ങാൻ നടക്കണേന്ന്. വാ അമ്മേ, അകത്തോട്ട് കയറി വാ. പാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ. ഞാനിങ്ങോട്ട് ഇറങ്ങണം അങ്ങോട്ട് വിചാരിക്കും. പക്ഷെ ഓരോരോ എന്തെങ്കിലൊക്കെ ആയിട്ട് തിരക്കായിട്ടേ അങ്ങോട്ട് പോകും. പിന്നെ ഇന്നലെ അവൻ വന്നിട്ട് വീട്ടില് അച്ഛനോടും എന്നോടും പറയാണ്, എന്താണ് പാർപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് നിങ്ങളാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലാന്ന്. അപ്പൊ അച്ഛൻ രാവിലെ തന്നെ എന്നോട് പറഞ്ഞത് ഇവിടം വരെയല്ലോ, ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. അച്ഛൻ റേഷൻ കടയിൽ പോയേക്കണം. അപ്പൊ എന്നോടൊന്ന് പോയിട്ട് വാടീന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അന്ന് റാണിയുടെ വീട്ടിലെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ല, അതാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നിക്കാണ്ട് പോയതേ. അത് പിന്നെ അമ്മേ, എൻ്റെ അമ്മക്കും അച്ഛനും ചേച്ചിക്കൊക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്ര നാൾ അത് സാധിച്ചില്ലല്ലോ. അപ്പോൾ പുതിയ വീടൊക്കെ വെച്ചപ്പോൾ അല്ലേ അത് സാധിച്ചുള്ളൂ. അപ്പോൾ അമ്മക്കും അച്ഛനും ചേച്ചിക്കൊക്കെ ഇഷ്ടമുള്ളത്ര നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഒരാഴ്ച അവരുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയെ പോയത്. ഇനിയിപ്പോൾ വെക്കേഷൻ എല്ലാവരും കൂടി വരാമെന്ന് പറഞ്ഞിരിക്കുക. അമ്മേ, ഒരു ദിവസത്തെ കാര്യമുള്ളൂ അമ്മേ. രാത്രി വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അവര് പോയിക്കോളൂ അമ്മേ. നടക്കില്ല റാണി, നടക്കില്ല. അവർക്ക് എന്താണ് ബോധമില്ല? ഇവിടെ 3-4 പേര് താമസിക്കണ വീടല്ലേ. ഇവിടെ വന്ന് നമ്മളെല്ലാരും ഇവിടെ കിടക്കും. എനിക്ക് അവര് വന്നൊന്നും പറഞ്ഞ് താഴോട്ടൊന്നും ഇറങ്ങി കിടക്കാൻ പറ്റൂല. അച്ഛൻ ഒട്ടും പറ്റൂല. അമ്മേ പ്ലീസ്, നീ അവരോടേ അമ്പലത്തിന്റെ അടുത്ത് വല്ല റൂം എടുക്കാൻ പറ. എന്നിട്ട് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് കയറി പോവാൻ പറ. അതേ നടക്കുള്ളൂ. ഇവിടെ വന്ന് നിക്കലേ നടക്കൂല. ഞാനെങ്ങനെ അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയൂ അമ്മേ? ഞാനൊക്കെ എൻ്റെ മോളുടെ വീട്ടിൽ പോയി നിൽക്കാറില്ല. എന്തുകൊണ്ട്? അവർക്ക് ബുദ്ധിമുട്ടാവൂന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളത് നിൽക്കൂല. ഇപ്പൊ രാത്രി വന്നാൽ തന്നെ കിടക്കാൻ സ്ഥലം ഉണ്ടാക്കണം, മാറിക്കിടക്കണം. എനിക്കാണെങ്കിൽ എൻ്റെ കിടക്കയിന്ന് മാറിക്കിടന്ന ഉറക്കം വരൂല. പിന്നെ അവർക്ക് അന്നേരം തിന്നാൻ കൊടുക്കണം. വെളുപ്പിന് പോകുമ്പോ ചായ തിന്നാൻ അത് വേറെ. പിന്നെ കുളിക്കാൻ എത്ര പ്രാവശ്യം മോട്ടർ അടിച്ചാലാണ് ടാങ്ക് നിറയാ. 5-8 പേര് കുളിക്കുമ്പോ എന്തോരം വെള്ളം വേണം. അയ്യോ, കറണ്ട് കാശ് എത്ര ആവുന്നാണ്. ഇവിടെ കറണ്ട് കാശ് കൊടുക്കണം ഞാനാണല്ല. അപ്പൊ നടക്കണ കാര്യമല്ല കേട്ടോ റാണി. ഞാൻ പറഞ്ഞോളാം. അവക്ക് പിടിച്ചില്ലെന്ന് തോന്നണം. ഉച്ചക്കലത്തേക്കുള്ള പണിയൊക്കെ അപ്പൊ കഴിഞ്ഞ?
ആ ഇന്നലെ കുറച്ച് മീൻ കിട്ടിയായിരുന്നു, കരിമീനെ. അപ്പൊ അത് വറ്റിച്ച് വെച്ച്. അപ്പൊ ഇന്ന് കറിയാക്കിയത്. പിന്നെ കുറച്ച് ചിക്കൻ, കൊച്ചിന് ചിക്കൻ ഇല്ലാണ്ട് കഴിക്കൂല. അപ്പൊ ചിക്കനും മേടിച്ച് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ പപ്പടവും വറുത്ത് ചമ്മന്തി അരച്ച് വെച്ച്. ഇതിപ്പോ കൊറേ കറിയൊക്കെ ഉണ്ടല്ല. അത് പിന്നെ അമ്മേ കൊറേ കാലം അധികം കറിയൊന്നും കൂട്ടാണ്ട് ജീവിച്ചല്ലേ. അപ്പൊ ചേട്ടന് നിർബന്ധ 4 കറി എന്തായാലും വേണോന്ന്. ഇപ്പൊ എനിക്കാണെങ്കിൽ ചാറും തോരനും ഇല്ലാണ്ട് ഒന്നും ഇറങ്ങൂല. കൊച്ചിനാണെങ്കിൽ ചിക്കനും വേണം. ആ ആ ആ ആ ആ. ഇവിടെ മീനും കറിക്കുള്ളൊക്കെ മേടിക്കണത് ഞാനാണ്. അപ്പൊ ഞാൻ കുറച്ചൊക്കെ മേടിക്കുള്ളൂ. അവനാകെ തന്നത് പറയും ലോൺ അടക്കണം എന്ന് പറയും. പിന്നെ ആഴ്ചയില് ഒരു ദിവസം ഞായറാഴ്ച ചിക്കൻ മേടിച്ചാലായി. വേറെ ഒന്നും അവൻ മേടിക്കാറില്ല. അപ്പൊ ഞാൻ കറിക്കൊക്കെ മേടിക്കുമ്പോ എന്റെ ഇഷ്ടത്തിനൊക്കെ കറി വെക്കുള്ളൂ. അതുപോലെ കുറച്ചും വെക്കുള്ളൂ. ഒരു കറി കൂട്ടി കഴിച്ചാൽ എന്താണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കൊറേ കറിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിലേ പുതിയ വീട് വെച്ചൊക്കെ മാറി താമസിക്ക്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാ കറിയൊക്കെ വെച്ച് വെച്ച് കൂട്ടാലാ. എന്താ പറ്റിയ? ആഹാ കൊള്ളാല്ല. എന്നാ പിന്നെ കാലെടുത്ത് പെരപ്പുറത്ത് കയറ്റി വെക്ക്. അതമ്മേ കാലിലെന്തോ കേറി പുറത്തു കൂടെ നടന്നപ്പോഴേ. അതെന്താന്ന് നോക്കിയിരുന്നു, ഭയങ്കര വേദന. ആഹാ അങ്ങനെ കാലൊക്കെ പൊക്കി വെച്ചിരിക്കണമെങ്കിലേ മുറി പോയിരിക്കണം. മുൻവശത്തിരുന്നല്ല ഇമാതിരി പരിപാടി കാണിക്കേണ്ടത്. എന്താണെന്നാവോ എനിക്ക് ഭയങ്കര കാലുവേദന, ഉപ്പൂറ്റി അവിടെ വേദനയാണ്. പാർപ്പൊക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് നേരം നിക്കുകയൊക്കെ ചെയ്തല്ല, ചിലപ്പോ അതായിരിക്കും. ആ ആയിരിക്കും ആയിരിക്കും. ആ ഏട്ടാ, ആ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. ആണോ? ആ ഓക്കെ ഓക്കെ. രാത്രി വരുമ്പോഴേ എന്നെ വിളിച്ചാ മതി കേട്ടാ. ശരി ശരി. അവനിപ്പോ വരുവോ? ഇല്ലമ്മേ, വരാൻ വൈകുമെന്ന് പറയായിരുന്നേ. എന്തോ പാർട്ടി ഉണ്ടെന്ന് ഓഫീസിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു 12 മണിയൊക്കെ കഴിയുമായിരിക്കും എത്താനായിട്ട്. അയ്യോ 12 മണിയാ? സ്വന്തം വീടല്ലേ അമ്മേ, അപ്പൊ എപ്പോ വേണമെങ്കിലും വീട്ടിലോട്ട് കയറി വരാല്ലോ. ആ ആ. ആഹാ ഇവിടെ അച്ഛനും എനിക്കൊന്നും ഉറക്കൊളക്കാൻ പറ്റൂലെന്ന് നിനക്ക് അറിഞ്ഞൂടേടാ. ഗുളിക ഒരുപാട് കഴിക്കാനുണ്ട്. അത് കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങണം, ഇല്ലെങ്കിൽ തല വെട്ടിപ്പൊളിയും. അച്ഛനും അതുപോലെ തന്നെ. അമ്മ ഉറങ്ങിക്കോ, താക്കോല് കൊടുത്തു കഴിഞ്ഞാ അവള് തുറന്നോളും വാതില്. നടക്കില്ല മോനെ, നടക്കൂല. എനിക്കാണെങ്കിൽ മുൻവശത്തെ വാതിൽ അടച്ച് ആ താക്കോലും കൊണ്ട് അവിടെ പോയി കിടന്നാലേ ഉറക്കം വരുള്ളൂ. പണ്ട് മുതലേ ഉള്ള ശീലമാണേ തല കൊണ്ടടിയിൽ താക്കോല് വെച്ച് കിടക്കലേ. ആ കിലുക്കം കേൾക്കണം, എന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. നീയേ ഒരു പണിയേ, സ്വന്തമായിട്ടൊക്കെ ഒരു വീടൊക്കെ വെക്ക്. അപ്പൊ പിന്നെ രാവും പകലും നടക്കല്ല. ഇനി ഒരു ചർച്ച വേണ്ട. 10 മണിക്കുള്ളിൽ വന്നില്ലെങ്കിൽ ഞങ്ങള് വാലടക്കും, അത്ര തന്നെ. അയ്യോ വന്നിട്ട് അമ്മക്കൊരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ തന്നില്ലോ. ഇപ്പൊ എടുക്കായേ. അയ്യോ ഇതെന്തോരം ചില്ല് ഗ്ലാസ്സാണ്. ഇതൊക്കെ പെരതാമസത്തിന് കിട്ടിയാണോ റാണി? ആ അതെമ്മേ. എന്നാ പിന്നെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് ഷോക്കേസിൽ വെക്കായിരുന്നില്ലേ? വല്ലോരും വരുമ്പ എടുത്ത് കൊടുക്കല്ല. അതമ്മേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടേ ഏറ്റവും നല്ല ഗ്ലാസ്സിലാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന്. പിന്നെ അതിഥികൾ വരുമ്പല്ലേ അതെന്തെങ്കിലും ചെയ്യാലോ. ചേട്ടനാണെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഇഷ്ടേ ഇല്ല, അതുകൊണ്ട് സ്റ്റീൽ ഗ്ലാസ് ഇവിടെ മേടിച്ചിട്ടേ ഇല്ല. ആ എന്തിനാണ് ഷോക്കേസിൽ നിന്ന് ഗ്ലാസ് എടുക്കണത്? ആരെങ്കിലും വന്നുണ്ടാ വിരുന്നാര്?
അല്ലമ്മേ, ചേട്ടനും അവനും കൂടി മുടി വെട്ടാൻ പോയേക്ക. അപ്പൊ ഞാൻ നാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വരുമ്പോ കൊടുക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്തതാ. എന്തിനാണ് വെറുതെ ഒരു നാരങ്ങെള്ളം കുടിക്കാൻ ചില്ല് ഗ്ലാസ് എടുക്കണത്? അവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുത്താൽ പോരെ. എന്തോരം സ്റ്റീൽ ഗ്ലാസ് ഇരിക്കണ്. ഇതൊക്കെ വല്ലോരും വരുമ്പോ കൊടുക്കണ ഗ്ലാസ് ആണ്. ഇത് അങ്ങനെ ഇങ്ങനെ എടുക്കാൻ പാടില്ല. സൂക്ഷിച്ചു വെക്കട്ടാ, സൂക്ഷിച്ചു വെക്കത്. 22 കൊല്ലം പഴക്കുണ്ടാ ഗ്ലാസ്സിന്. എന്റെ മാമന്റെ മോന്റെ മോള് ഇവിടത്തെ പെരതാമസത്തിന് തന്നാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണ്ടെങ്കിൽ എൻ്റെ അതും എടുക്കാണത്. ഞാൻ ആരെങ്കിലും വരുമ്പോ മാത്രം എടുക്കണ്ട. അതുപോലെ ഉണക്കി വെയിലത്ത് ഉണക്കി വെക്കണോണ്ടാണ് അത്രയും നിറോ ഇതിനുള്ളത്. ആഹാ, സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാല് ഇറങ്ങൂ. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പേ പച്ചക്കറി തൊടിയിലുണ്ടായത് എടുക്കണം ഓർത്താണ്, പക്ഷെ മറന്നുപോയി. ഓ, അതൊന്നും വേണ്ടമ്മേ. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുതരാന്ന് അച്ഛൻ പറഞ്ഞേക്കണതേ. അച്ഛൻ ഇപ്പോ കൃഷി ഇടം ഇങ്ങനെ പാട്ടത്തിന് എടുത്തിട്ടേ കുറേ ഇതിട്ടിട്ടുണ്ട്. പച്ചമുളകും വെണ്ടക്കയും പടവലം മത്തങ്ങ ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് ഒരുപാട് മേടിച്ചിട്ട് വന്നു ഇവിടെ പെരതാമസത്തിന്റെ തലേദിവസേ. അതൊക്കെ തീരാറായി. ഇനിയിപ്പോ ആഴ്ചയിൽ അച്ഛൻ കൊണ്ടുതരാന്ന് പറഞ്ഞേക്കാവുണ്ട്. ഇനിയിപ്പോ മേടിക്കേണ്ട ആവശ്യം വരില്ല പച്ചക്കറി. അത്രയും പേരത്ത് പച്ചക്കറി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്നേ. ഒരു ചെറിയ അവിയൽ വെക്കാനല്ലേ. അതിനിപ്പോ എത്ര പേരത്ത് വീട്ടിലുണ്ടാവണമെന്നും പറഞ്ഞ് വാരിക്കൂട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടാ? ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് അവിയൽ വെച്ചാൽ മതി. 2 ചക്കക്കുരുവും തരാം, അതും കൂടി നന്നാക്കി അതിൻ്റെ ഒപ്പം ഇട്. അതൊക്കെ മതി. എന്തെങ്കിലും കഷ്ണമൊക്കെ ഇട്ട് വെച്ചാ ടേസ്റ്റ് ഉണ്ടാവൂലമ്മേ. ഉള്ള ടേസ്റ്റ് ഒക്കെ മതി. ഇത് നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറി നല്ല കൈ ഒഴിഞ്ഞങ്ങോട്ട് ചെലവാക്കാൻ. ഇപ്പൊ ഉള്ള കഷ്ണമൊക്കെ ഇട്ടാ മതി, എല്ലാം ഇടണ്ട. നാളെയും കൂടി വെക്കാല്ല അത് കറി. വല്ല ടേസ്റ്റിന് ഉണ്ടാക്കി തിന്നിട്ട് എന്ത് കാര്യം? കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കൂട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് അവിയൽ ഉണ്ടാക്കിയാൽ മതി. 3-4 ചക്കക്കുരു അങ്ങോട്ട് ഇട്, അപ്പൊ പ്രശ്നം തീരും. അല്ല, വന്നിട്ട് ഇത്ര നേരമായിട്ട് കൊച്ചിനെ കണ്ടില്ലല്ല. സ്കൂളിൽ പോയാ? ഇല്ലമ്മേ, അവന് ക്ലാസ് ഇല്ല. ഇന്ന് ബാക്കസിന്റെ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് യോഗയും കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആഹാ, അതിനൊക്കെ അവനെ ചേർത്താ? ചേർത്ത്. അവിടെ ഇരുന്നപ്പോ എനിക്ക് ഒട്ടും സമയം കിട്ടൂലായിരുന്നല്ലോ. ഇവിടെ ആയപ്പോ എനിക്ക് സമയമുണ്ട്. രാവിലെ പണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഇവനിങ്ങനെ കൊണ്ടുപോകലും കൊണ്ടുവരലൊക്കെ തന്നെ ഞാൻ തന്നെ ചെയ്യണേ. എടാ മോനെ, എന്തിനാ കൊച്ചിന് ഈ പരിപാടിക്കൊക്കെ ചേർക്കണ്? എന്താ ആവശ്യം ഇരിക്കണ്? പിന്നെ കരാട്ട, യോഗ, ഇത് തപാസതാ അബാക്കസാ, എന്താ ആവശ്യം ഇരിക്കണ്? എനിക്ക് നിന്റെ അച്ഛനും പോയി കൊണ്ടുവരാനും കൊണ്ടാക്കാനൊന്നും പറ്റൂലട്ടാ. പ്രായം കൂടിയാണ് വന്നത്. പിന്നെ അവക്കാണെങ്കിൽ ഇവിടുത്തെ പണി ഒഴിഞ്ഞിട്ടൊരു നേരവും ഇല്ല. ഇതൊന്നും നടക്കണ കാര്യമല്ല. കൊച്ചിനെയൊക്കെ വെറുതെ പിള്ളേരുടെ അച്ഛന്മാരുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് പൈസ മിണുങ്ങാൻ വേണ്ടി നടത്തണ കാര്യങ്ങളല്ലേ ഇതൊക്കെ. എന്താ ആവശ്യം ഇരിക്കണ്? ഇതൊക്കെ ഒരു ആവശ്യമാണോ? ഒന്നും വേണ്ട, ശരിയാവൂല. നിങ്ങളുടെ ആഗ്രഹമല്ലേ കൊച്ചിനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത്. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അതെ അതെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് അമ്മ തന്നെയാണ്. എടിയേ, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നടത്തണമെങ്കിലേ, തോന്നിയ പോലെയൊക്കെ ജീവിക്കണമെങ്കിലേ സ്വന്തമായിട്ടൊരു വീട് വെച്ച് അങ്ങോട്ട് പാർക്ക്. അപ്പൊ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്താ. തോന്നിയ സമയത്ത് പോവാ വരാ. ഇവിടെ അതൊന്നും നടക്കൂല. എന്നാ ശരി റാണി, ഞാൻ ഇറങ്ങട്ടെ. വീട്ടിലേ വെറുതെ ഇരുന്നപ്പ ഇറങ്ങിയതാണ്. ഇപ്പഴാ ഓർത്ത് തയ്ക്കാൻ കൊടുത്തത് മേടിക്കണം. വിളക്കിന് പോവാനായിട്ടേ ബ്ലൗസ് ഒരെണ്ണം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് സുമലതടുത്ത്. എന്നാ ശരി അമ്മേ, ഞാനെന്തേ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുക. കൊച്ചു ക്ലാസ്സിലൊക്കെ പോകുമ്പോ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും പുറത്തു പോകാനൊക്കെ സമയം കിട്ടുള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങിയാണ്. ഞാൻ അവനോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു കേട്ടാ. വെള്ളമൊന്നും വേണ്ട എനിക്ക്. ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ദാഹിക്കണില്ല. ചെന്നിട്ടേ അച്ഛൻ ചോറും കൊടുക്കണം. തയ്ച്ചത് മേടിക്കാനൊക്കെ പോണ്ടേ. ഇറങ്ങട്ടെ.
പറഞ്ഞതിനൊക്കെ തിരിച്ചടി കിട്ടണല്ലോ തമ്പുരാനെ. മോന്റെ വീടല്ലേന്ന് ഓർത്ത് വന്നപ്പ ഇനി അവളെ ഭരിക്കാനൊന്നും പറ്റൂല. ചിലപ്പോ അവളെന്നെ വലിച്ചീറി ഭിത്തിയിലൊട്ടിക്കും. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവളുടെ ഭാഗം കൊണ്ട് വീടിച്ച് വീടല്ലേ, നമുക്ക് മുണ്ടാൻ പറ്റൂല. പോകുന്നതാണ് നല്ലത്. സ്വന്തമായിട്ടൊക്കെ വീട് വെച്ച് ഇത്ര അഹങ്കാരം ഉണ്ടാവോ? എനിക്കൊന്നും അഹങ്കാരം ഉണ്ടായിട്ടില്ല. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലോട്ട് കാല് കുത്തിയ പിറ്റേ ദിവസം മുതൽ കേൾക്കണാണ്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതൽ കൊണ്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയത്, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ പേരിലും അച്ഛൻ്റെ പേരിലും ആണ്. കേട്ട് കേട്ട് ഞാൻ മടുത്ത്. അവിടെ എന്തിനും ഏതിനും കുറ്റം. ഒരു ഗ്ലാസ് എടുത്താ കുറ്റം, ഇനി ആ ഗ്ലാസ് എങ്ങാനും താഴെ വീണ് പൊട്ടിയാ കുറ്റം. ഒരു നല്ല പാത്രത്തിൽ ചോറുണ്ടിട്ടില്ല ഈ 10 കൊല്ലം കൊണ്ട്. എന്തിന് വേറെ ഒരു മീൻ കഷ്ണം കൂടുതൽ കൊച്ചിനെടുത്ത് കൊടുത്താൽ അതും കുറ്റം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സമാധാനം എന്താണെന്നറിഞ്ഞത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഇതേപോലെ പ്രശ്നങ്ങളാണെങ്കിൽ സ്വന്തമായിട്ടൊരു കുഞ്ഞു പേരെങ്കിലും വെച്ച് മാറണം എന്നായിരിക്കും ഏത് പെണ്ണിൻ്റെയും ഒരു ആഗ്രഹം. നമ്മുടെ വീടെന്ന് പറയാൻ ഒരു വീടാവുമല്ല. ഇതിനൊക്കെ